Good morning all. അപ്പോൾ നമുക്കിന്ന് PHP എലമെന്റ്സിനെ പറ്റിയിട്ട് പഠിക്കാം. ലാസ്റ്റ് ഡേ വി ഹാവ് സ്റ്റഡീഡ് അബൌട്ട് PHP ഇൻട്രൊഡക്ഷൻ, ദാറ്റ് ഈസ് വാട്ട് ഇസ് ദ PHP, അതിൻ്റെ ഫുൾ ഫോം പഠിച്ചു. അതുപോലെ തന്നെ അതിൻ്റെ അഡ്വാൻറ്റേജ്, ഡിസഡ്വാൻറ്റേജ്, ക്യാരക്ടറിസ്റ്റിക്സ്, അതിൻ്റെ വർക്കിംഗ് മോഡ്, കോപ്പി മോഡ്, ഇൻ്റർപ്രറ്റ് മോഡ്, അതൊക്കെ പറഞ്ഞു. ഇനി നമ്മൾ PHP കോഡുകൾ അല്ലെങ്കിൽ സ്ക്രിപ്റ്റുകൾ നമ്മൾ എവിടെയാണ് കൊടുക്കുന്നത്, അതുപോലെ തന്നെ അതിൻ്റെ എലമെന്റ്സ് ലൈക്ക് വേരിയബിൾസ്, ഡേറ്റ ടൈപ്സ്, അതുപോലെ ഓപ്പറേറ്റേഴ്സ് എന്തൊക്കെയാണെന്ന് നോക്കാൻ പോകുന്നത്. ഓക്കെ, സോ ഫസ്റ്റിലെ എങ്ങനെയാണ് നമ്മളൊരു PHP കോഡ് നമ്മൾ കൊടുക്കുന്നതെന്ന് നോക്കാം. PHP കോഡുകൾ നമ്മൾ കൊടുക്കുന്നത് ഇതുപോലെയാണ്. ഒരു ലെഫ്റ്റ് ആംഗിൾ ബ്രാക്കറ്റ് ക്വസ്റ്റ്യൻ PHP, ദെൻ ക്വസ്റ്റ്യൻ മാർക്ക് റൈറ്റ് ആംഗിൾ ബ്രാക്കറ്റ്. സോ ഈ രണ്ട് ടാഗുകൾക്ക് ഇടയിലാണ് നമ്മൾ PHPയുടെ സ്ക്രിപ്റ്റുകൾ നമ്മൾ ലിസ്റ്റ് ചെയ്ത് കൊടുക്കുന്നത്. ഓക്കെ, അപ്പം നമ്മൾ സിക്കകത്ത് മെയിൻ പ്രോഗ്രാം ഒക്കെ എഴുതുന്ന സമയത്ത് മെയിൻ എഴുതിയിട്ട് ലെഫ്റ്റ് പാരാന്തസിസ്, റൈറ്റ് പാരാന്തസിസ്, അത് കഴിഞ്ഞിട്ട് ബ്രേസസ് ഓപ്പൺ ചെയ്യും. ദെൻ അവിടെയാണ് നമ്മൾ ഇൻസ്ട്രക്ഷനുകൾ, സ്റ്റേറ്റ്മെന്റ്സ് ലിസ്റ്റ് ചെയ്ത് കൊടുക്കുന്നത്. അതുപോലെ ഇവിടെ കൊടുക്കുന്നത് ഈ രണ്ട് ആംഗിൾ ബ്രാക്കറ്റിനിടയിലാണ്. ഓക്കെ, വിത്ത് ക്വസ്റ്റ്യൻ മാർക്ക്. അപ്പോൾ ഇവിടെ ഒരു എക്സാമ്പിൾ പ്രോഗ്രാം, അതായത് ജസ്റ്റ് ഹലോ വേൾഡ് പ്രിന്റ് ചെയ്യാനുള്ളൊരു പ്രോഗ്രാം ഇവിടെ കൊടുത്തിട്ടുണ്ട്. സോ മെസ്സേജസ് നമ്മൾ സിക്കകത്ത് പ്രിന്റ് എഫ് ഒക്കെ യൂസ് ചെയ്യുന്നത് പോലെ മെസ്സേജസ് ഔട്ട്പുട്ട് സ്ക്രീനിൽ വരാൻ വേണ്ടി യൂസ് ചെയ്യുന്ന സ്റ്റേറ്റ്മെന്റ് ആണ് എക്കോ സ്റ്റേറ്റ്മെന്റ്. ഓക്കെ, സോ ഈ എക്കോ സ്റ്റേറ്റ്മെന്റിന്റെ കൂടെ നമ്മൾ ഡബിൾ കോട്സിനകത്ത് നമ്മൾ മെസ്സേജ് കൊടുത്തു കഴിഞ്ഞാൽ അത് അതുപോലെ തന്നെ നമുക്ക് ഔട്ട്പുട്ട് സ്ക്രീനിൽ കാണും. അതുപോലെ ഇവിടെ എല്ലാ സ്റ്റേറ്റ്മെന്റ്സിന്റെയും എൻഡിൽ നമ്മൾ സെമി കോളൻ മസ്റ്റായിട്ട് കൊടുക്കണം. ലൈക്ക് സിയിൽ നമ്മൾ കൊടുക്കുന്നത് പോലെ ഈ സെമി കോളൻ നമ്മൾ എല്ലാ ലൈനിന്റെയും എൻഡിൽ കൊടുക്കണം. ഓക്കെ, അപ്പം നമ്മുടെ ഒരു പ്രോഗ്രാം എങ്ങനെയാണ്? ലെഫ്റ്റ് ആംഗിൾ ബ്രാക്കറ്റ് ക്വസ്റ്റ്യൻ മാർക്ക് PHP, ദെൻ സ്റ്റേറ്റ്മെന്റ്സ് 1 by 1 ആയിട്ട് ഇവിടെ ലിസ്റ്റ് ചെയ്യുക. ദെൻ ലാസ്റ്റ് പ്രോഗ്രാം തീരുന്ന സ്ഥലത്ത് ക്വസ്റ്റ്യൻ മാർക്ക് റൈറ്റ് ആംഗിൾ ബ്രാക്കറ്റ്. അപ്പം ഇത് പ്യുവർലി PHP സ്ക്രിപ്റ്റുകൾ മാത്രമുള്ള ഒരു പ്രോഗ്രാം ആയിട്ടാണ് ഈ കൊടുത്തിരിക്കുന്നത്. ഈ PHP കോഡുകളെ നമുക്ക് HTML പ്രോഗ്രാമിനകത്ത് നമുക്ക് എംബഡ് ചെയ്ത് കൊടുക്കാം. അപ്പോഴും നമ്മൾ ഇതുപോലെ തന്നെയാണ് നമ്മൾ ലിസ്റ്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പം നമ്മൾ എങ്ങനെയാണ് അതിനെ റൺ ചെയ്യുന്നതൊക്കെ നമുക്ക് പിന്നീട് നോക്കാം. അപ്പം ആദ്യമേ ഔട്ട്പുട്ട് സ്ക്രീൻ മെസ്സേജ് വരുന്നത് എക്കോ സ്റ്റേറ്റ്മെന്റ് വെച്ചിട്ടാണ്. ദെൻ അത് കഴിഞ്ഞിട്ട് അതിൻ്റെ എലമെന്റ്സ്, അതിൻ്റെ ഡേറ്റ ടൈപ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. സോ 4 സ്കെയിലർ ഡേറ്റ ടൈപ്സ് ആണ് നമുക്ക് PHPയിലുള്ളത്. ബൂളിയൻ, ഇൻറ്റിജർ, സ്ട്രിങ്, ഫ്ലോട്ട്. ബൂളിയൻ, ഇൻറ്റിജർ, സ്ട്രിങ്, ഫ്ലോട്ട്. അപ്പോൾ ബൂളിയൻ വാല്യൂസ് എന്ന് പറയുമ്പോൾ ട്രൂ ഓർ ഫോൾസ് വാല്യൂസ് ആണ്. ഇൻറ്റിജർ എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മൾ സിക്കകത്ത് യൂസ് ചെയ്തത് പോലെ തന്നെയാണ്. അപ്പോൾ ഇൻറ്റിജറിന്റെ കുറച്ച് റൂൾസ് ഉണ്ട്, എന്തൊക്കെയാണെന്ന് നോക്കാം. റൂൾസ് ഫോർ ഇൻറ്റിജർ എന്ന് പറയുമ്പോഴത്തേക്ക് അറ്റ്ലീസ്റ്റ് 1 ഡിജിറ്റ് ഉണ്ടായിരിക്കണം. അതിൽ ഡെസിമൽ പോയിന്റ് വരാൻ പാടില്ല. നെഗറ്റീവോ പോസിറ്റീവോ ആകാം. അതുപോലെ കോമയും ബ്ലാങ്കും ഒന്നും നമ്മൾ ഇൻറ്റിജറിൽ കൊടുക്കാറില്ല. അപ്പോൾ ഇത്രയുമാണ് ഇൻറ്റിജർ ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത്. സോ ആദ്യത്തെ 2 ബൂളിയൻ, ഇൻറ്റിജർ, പിന്നീടുള്ളത് ഏതൊക്കെയാണ്? സ്ട്രിങ്ങും ഫ്ലോട്ടും. അപ്പൊ ഇനി അടുത്തത് ഫ്ലോട്ട് എന്ന് പറയുന്നത് ഡെസിമൽ നമ്പറിനെയും എക്സ്പെൻഷ്യൽ ഫോമിലുള്ള നമ്പറിനെയും ഒക്കെ നമുക്ക് ഫ്ലോട്ടിൽ നമുക്ക് സ്റ്റോർ ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ സിംഗിൾ ക്യാരക്ടേഴ്സ് ഒരു സീക്വൻസ് ആയിട്ട് സ്റ്റോർ ചെയ്യുവാണെങ്കിൽ അതിനെ നമ്മൾ സ്ട്രിങ് ആയിട്ട് യൂസ് ചെയ്യും. ഓക്കെ, ഒരു സിംഗിൾ കോഡ്സിനകത്തോ ഡബിൾ കോഡ്സിനകത്തോ ഒരു സിംഗിൾ സീക്വൻസ് ഓഫ് അല്ലെങ്കിൽ സീരീസ് ഓഫ് സിംഗിൾ ക്യാരക്ടേഴ്സ് സ്റ്റോർ ചെയ്യുന്നതിനെയാണ് നമ്മൾ സ്ട്രിങ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം 4 സ്കെയിലർ ഡേറ്റ ടൈപ്സ് ആണുള്ളത്. ബൂളിയൻ, ഇൻറ്റിജർ, ഫ്ലോട്ട്, സ്ട്രിങ്. നെക്സ്റ്റ് 2 കോമ്പൗണ്ട് ഡേറ്റ ടൈപ്സ് ഉണ്ട്, അറേയും ഒബ്ജക്റ്റും. ഓക്കെ, അറേയും ഒബ്ജക്റ്റും. അപ്പോൾ അറേ എന്ന് പറയുമ്പോഴത്തേക്ക് ഇറ്റ്സ് എ കോംപ്ലക്സ് ഡേറ്റ ടൈപ്പ് വിച്ച് ക്യാൻ ഹോൾഡ് എ കളക്ഷൻ ഓഫ് റിലേറ്റഡ് എലമെന്റ്സ്. സാധാരണ ഉള്ള പോലെ തന്നെ റിലേറ്റഡ് എലമെന്റ്സിനെ സ്റ്റോർ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു കോമ്പൗണ്ട് ഡേറ്റ ടൈപ്പാണ് അറേ. അതിനെ ഇൻഡെക്സസ് വെച്ചിട്ട് നമുക്ക് അതിനെ ആക്സസ് ചെയ്യാൻ പറ്റും. അതുപോലെ ഒരെണ്ണമാണ് ഒബ്ജക്റ്റ്. നമ്മൾ ജാവാസ്ക്രിപ്റ്റിന് പഠിച്ചതുപോലെ തന്നെ ക്ലാസ് ഡെഫിനിഷൻസ് ഒക്കെ വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യുന്നു. ഓക്കെ, പ്രോപ്പർട്ടീസും ആട്രിബ്യൂട്ട്സും അല്ലെങ്കിൽ മെത്തേഡ്സും ഫംഗ്ഷൻസും ഒക്കെ വെച്ചിട്ട് നമ്മൾ ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ 2 സ്പെഷ്യൽ ടൈപ്പുകളുണ്ട്, റെഫറൻസും നള്ളും. റിസോഴ്സും നള്ളും. റിസോഴ്സ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇപ്പം നമ്മൾ എന്തെങ്കിലും വേരിയബിൾസിനെ, നമ്മൾ എക്സ്റ്റേണൽ വേരിയബിൾസിനെ റെഫറൻസ് ചെയ്യണമെങ്കിൽ അതിനെ നമ്മൾ ഹോൾഡ് ചെയ്യുന്നത് ഈ റിസോഴ്സ് വേരിയബിളിനകത്താണ്. ഓക്കെ, സോ റിസോഴ്സ് വേരിയബിൾ ഹോൾഡ് റെഫറൻസസ് ടു എക്സ്റ്റേണൽ റിസോഴ്സസ് സച്ച് ആസ് ഡേറ്റാബേസ് കണക്ഷൻസിനൊക്കെ വേണ്ടിയിട്ടുള്ള റെഫറൻസസ് നമ്മൾ യൂസ് ചെയ്യുന്നത് ഈ റിസോഴ്സ് എന്ന് പറയുന്ന ഡേറ്റ ടൈപ്പ് വെച്ചിട്ടാണ്. അതുപോലെ തന്നെ നൾ. എന്തിനു വേണ്ടിയിട്ടാണ് നൾ യൂസ് ചെയ്യുന്ന? ഒരു വാല്യൂ സ്പെഷ്യലായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ, അതായത് നമുക്ക് വേണമെങ്കിൽ അൺഡിഫൈൻഡ് ആയിട്ട് വെക്കുമ്പോൾ വാല്യൂസ് എല്ലാം തന്നെ നൾ വാല്യൂസ് ആയിരിക്കും അത് സ്റ്റോർ ചെയ്തിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് കോമ്പൗണ്ട് സ്റ്റേറ്റ്മെന്റ്സ്, അറേയും ഒബ്ജക്റ്റും. അതുപോലെ തന്നെ സ്പെഷ്യൽ ഡേറ്റ ടൈപ്സ് റിസോഴ്സും നള്ളും.
നെക്സ്റ്റ് വൺ PHP വേരിയബിൾസിനെ പറ്റിയിട്ടാണ്. സോ വേരിയബിൾസ് എന്ന് പറയുമ്പോൾ നമ്മൾ PHP പ്രോഗ്രാമിനകത്ത് യൂസ് ചെയ്യുന്ന ഐഡന്റിഫയേഴ്സ് ആണ്. ഇവിടുത്തെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബാക്കിയുള്ള എല്ലാ പ്രോഗ്രാമിംഗ് ലാംഗ്വേജിൽ നിന്നും ഡിഫറൻസ് എന്ന് പറയുന്നത് ഏതൊരു വേരിയബിൾ നെയിമും നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് അതൊരു ഡോളർ സൈൻ വെച്ചിട്ടായിരിക്കും സ്റ്റാർട്ട് ചെയ്യുന്നത്. ഒരു ഡോളർ സൈനിലായിരിക്കും ഏത് വേരിയബിളും സ്റ്റാർട്ട് ചെയ്യുന്നത്. ആഫ്റ്റർ ദ ഡോളർ സൈൻ വി ക്യാൻ ഹാവ് ദ അണ്ടർസ്കോർ ഓർ സിംഗിൾ ആൽഫബറ്റ്. ഓക്കെ, അപ്പോൾ ഒരു ആൽഫബറ്റോ അല്ലെങ്കിൽ അതിന് ഡോളറിന് ശേഷം അണ്ടർസ്കോറോ നമുക്ക് പിന്നെ ആൽഫബറ്റോ യൂസ് ചെയ്യാം. പക്ഷെ നമ്പറിൽ സ്റ്റാർട്ട് ചെയ്യാൻ പാടില്ല. അപ്പോൾ ഡോളറിന് ശേഷം നമ്പർ ഒന്നും വരാൻ പാടില്ല. ഓക്കെ, അപ്പോൾ ഈ വേരിയബിൾ ഈസ് യൂസ്ഡ് ടു ഹോൾഡ് എനി ടൈപ്സ് ഓഫ് വാല്യൂസ്. ഓക്കെ, അപ്പോൾ ടൈപ്പ് ചെക്കിംഗ് ഒന്നും ഇല്ല ഇതിനകത്ത്. കാര്യം ഞാൻ നേരത്തെ പറഞ്ഞു, നമുക്ക് ഇവിടെ എന്താണ് വേരിയബിൾസ് ഡിക്ലെയർ ചെയ്യുമ്പോൾ നമ്മൾ ഡേറ്റ ടൈപ്പ് ഒന്നും കൊടുക്കാറില്ല. പക്ഷേ എന്താണ് ടൈപ്പ് ചെക്കിംഗ് അതുകൊണ്ട് തന്നെ കമ്പൈൽ ടൈമിൽ നടക്കാറില്ല. അപ്പോൾ വേരിയബിൾസ് നമ്മൾ എന്താണ് ഒരു വേരിയബിളിന്റെ വാല്യൂ നമുക്ക് വേണമെങ്കിൽ വേറൊരു വേരിയബിളിൽ നമുക്ക് സ്റ്റോർ ചെയ്ത് കൊടുക്കാൻ പറ്റും. അപ്പോൾ വേരിയബിൾസിന്റെ കുറച്ച് റൂൾസ് ഉണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇറ്റ് സ്റ്റാർട്ട്സ് വിത്ത് ഡോളർ സൈൻ. ഡോളർ സൈനിൽ സ്റ്റാർട്ട് ചെയ്യണം. ആ ഡോളർ സൈനിന് ശേഷമാണ് ശരിക്കും പറഞ്ഞാൽ നമ്മൾ വേരിയബിൾ നെയിം കൊടുക്കുന്നത്. ആ വേരിയബിൾ നെയിം മസ്റ്റ് സ്റ്റാർട്ട് വിത്ത് എ ലെറ്റർ ഓർ ദ അണ്ടർസ്കോർ ക്യാരക്ടർ. ഒരു അണ്ടർസ്കോർ ക്യാരക്ടറോ അല്ലെങ്കിൽ ലെറ്ററിലോ ആയിരിക്കണം നമ്മൾ സ്റ്റാർട്ട് ചെയ്യേണ്ടത്. അതുപോലെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, നമ്പറിൽ സ്റ്റാർട്ട് ചെയ്യാൻ പറ്റത്തില്ല. കേസ് സെൻസിറ്റീവ് ആണ്. അതുപോലെ ആൽഫ ന്യൂമറിക് ക്യാരക്ടേഴ്സ് അണ്ടർസ്കോർസ് ഒക്കെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമ്മൾ സാധാരണ യൂസ് ചെയ്യുന്ന വേരിയബിളിന്റെ അതേ റൂൾസ് ഒക്കെ തന്നെയാണ്. പക്ഷേ വേരിയബിൾ നെയിമിന് തൊട്ട് മുന്നേ എപ്പോഴും ഒരു പ്രീ ഡിഫൈൻഡ് ഒരു ഡോളർ സൈൻ നമ്മൾ കൊടുത്തിരിക്കണം. അതാണ് PHP വേരിയബിൾസിന്റെ പ്രത്യേകത. അതുപോലെ വേരിയബിൾ സ്കോപ്സ്, അതിന്റെ സ്കോപ്പ് എന്തൊക്കെയാണെന്ന് നോക്കാം. അതായത് നമ്മൾ സ്കോപ്പ് പല രീതിയിൽ പറയുന്നുണ്ട്. അത് ഏത് റേഞ്ചിലാണ് നമുക്ക് എവിടെയൊക്കെ നമുക്ക് അതിനെ യൂസ് ചെയ്യാം. ഓക്കെ, സ്കോപ്പ് ക്യാൻ ബി ഡിഫൈൻഡ് ആസ് ദ റേഞ്ച് ഓഫ് അവൈലബിലിറ്റി എ വേരിയബിൾ ടു ദ പ്രോഗ്രാം ഇൻ വിച്ച് ഇറ്റ് ഈസ് ഡിക്ലെയർഡ്. അത് എവിടെയൊക്കെ നമുക്ക് അതിനെ ഏതൊക്കെ സ്ഥലങ്ങളിൽ നമുക്കൊരു വേരിയബിളിനെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും, അതിനെയാണ് അതിന്റെ സ്കോപ്പ് എന്ന് പറയുന്നത്. അപ്പം 4 തരത്തിലുള്ള സ്കോപ്പ് ടൈപ്സ് ആണുള്ളത് PHP വേരിയബിൾസിന്. അതിൽ ഫസ്റ്റ് വൺ ലോക്കൽ വേരിയബിൾസ്, സെക്കൻഡ് വൺ ഗ്ലോബൽ വേരിയബിൾസ് ആൻഡ് തേർഡ് വൺ സ്റ്റാറ്റിക് വേരിയബിൾസ് ആൻഡ് ഫംഗ്ഷൻ പാരാമീറ്റേഴ്സ്. 4 എണ്ണമാണുള്ളത്. ലോക്കൽ വേരിയബിൾസ് ലോക്കലായിട്ട് നമുക്ക് ഡിക്ലെയർ ചെയ്യാം. ഗ്ലോബൽ വേരിയബിൾസ് എല്ലാ സ്ഥലത്തും യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഗ്ലോബലായിട്ട് ഡിക്ലെയർ ചെയ്യാം. അതുപോലെ തന്നെ സ്റ്റാറ്റിക് വേരിയബിൾസ് ആയിട്ട് ഡിക്ലെയർ ചെയ്യാം. ഫംഗ്ഷൻ പാരാമീറ്റേഴ്സ് ആയിട്ട് യൂസ് ചെയ്യാം, നമുക്ക് ഡിക്ലെയർ ചെയ്യാൻ പറ്റും. അപ്പോൾ എങ്ങനെയാണെന്ന് നോക്കാം. ലോക്കൽ വേരിയബിൾസ് എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മൾ സാധാരണ എല്ലാ ലാംഗ്വേജിലും കാണുന്നത് പോലെ തന്നെ ഒരു ഫംഗ്ഷൻ അകത്ത് നമ്മൾ യൂസ് ചെയ്യുന്ന ഡിക്ലെയർ ചെയ്ത് യൂസ് ചെയ്യുന്ന വേരിയബിൾസിനെയാണ് നമ്മൾ ലോക്കൽ വേരിയബിൾസ് എന്ന് പറയുന്നത്. എ വേരിയബിൾ ഡിക്ലെയർഡ് വിത്തിൻ എ PHP ഫംഗ്ഷൻ ഈസ് ലോക്കൽ ആൻഡ് ക്യാൻ ഓൺലി ബി ആക്സസ്ഡ് വിത്തിൻ ദാറ്റ് ഫംഗ്ഷൻ. ആ ഫംഗ്ഷനകത്ത് മാത്രമേ നമുക്കതിനെ യൂസ് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഓക്കെ, ലോക്കൽ വേരിയബിൾസ് വിത്ത് ദ സെയിം നെയിം ക്യാൻ ബി യൂസ്ഡ് ഇൻ ഡിഫറെന്റ് ഫംഗ്ഷൻസ്. ഡിഫറെന്റ് ഫംഗ്ഷൻസിനകത്ത് സെയിം നെയിം നമുക്ക് യൂസ് ചെയ്യാം. പക്ഷേ അത് എന്തായിരിക്കും, ഏത് ഫംഗ്ഷനകത്താണോ അവർ ഡിക്ലെയർ ചെയ്തിരിക്കുന്നത് അത് വെച്ചിട്ടായിരിക്കും അതിനെ ആക്സസ് ചെയ്യുന്നത്. ഓക്കെ, അടുത്തത് ഗ്ലോബൽ വേരിയബിൾസ്. ഗ്ലോബൽ വേരിയബിൾസ് എന്ന് പറയുമ്പോൾ ഇപ്പോൾ എല്ലാ ഫംഗ്ഷൻസിലും ഔട്ട്സൈഡ് ഉള്ള ഒരു ഫംഗ്ഷന്റെ വേരിയബിളിലെ നമുക്ക് ഇൻസൈഡ് ഫംഗ്ഷനകത്ത് യൂസ് ചെയ്യണം എന്നുണ്ടെങ്കിൽ അതിനെ നമ്മൾ ഗ്ലോബൽ വേരിയബിൾസ് ആയിട്ട് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പം നമുക്ക് ഗ്ലോബൽ എന്ന് പറയുന്ന ഒരു കീവേഡ് വെച്ചിട്ടാണ് നമ്മൾ ഇതിനെ ആക്സസ് ചെയ്യുന്നത്. അപ്പോൾ എങ്ങനെയാണെന്നുള്ളത് നോക്കാം. ഇപ്പോൾ ഒരു എക്സാമ്പിൾ നോക്കാം. ഒരു പ്രോഗ്രാം $A ഈസ് ഈക്വൽ ടു 5. അപ്പോൾ $A എന്ന് പറഞ്ഞൊരു വേരിയബിൾ ആണ് 5. അടുത്ത B എന്ന് പറഞ്ഞ അടുത്ത വേരിയബിൾ ആണ് 10. ദെൻ ഫംഗ്ഷൻ എന്ന് പറഞ്ഞൊരു ഫംഗ്ഷൻ നമ്മൾ കൊടുത്തിട്ടുണ്ട്. ഗ്ലോബൽ $A $B എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വേരിയബിൾസ് രണ്ടും ഗ്ലോബലി യൂസ് ചെയ്ത വേരിയബിൾസ് ആണ്. അതിന്റെ വാല്യൂസ് ആണ് നമ്മൾ മൈ ടെസ്റ്റ് എന്ന് പറഞ്ഞ ഫംഗ്ഷനകത്ത് യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ലാസ്റ്റ് നമ്മൾ അതിന്റെ റിസൾട്ട് $A പ്ലസ് $B എന്നൊക്കെ കൊടുത്തപ്പോഴത്തേക്ക് ലാസ്റ്റ് അതിന്റെ റിസൾട്ട് നമുക്ക് 15 ആയിട്ട് കാണും. ഓക്കെ, അപ്പൊ ഈ വേരിയബിൾസിനെ നമ്മളിപ്പോൾ ഇവിടെ ഗ്ലോബലി $A $B എന്ന് പറഞ്ഞു കൊടുക്കുന്നതിനും പകരം ഗ്ലോബൽ എന്ന് പറയുന്ന ഒരു ബിൽറ്റ് ഇൻ അറേ വെച്ചിട്ട് നമുക്ക് ഗ്ലോബൽ വേരിയബിൾസിനെ ആക്സസ് ചെയ്യാൻ പറ്റും. ഓക്കെ, സോ ഇവിടെ ഗ്ലോബൽസ് ഗ്ലോബൽസ് ദെൻ ഇൻഡെക്സ് ആയിട്ട് നമ്മൾ യൂസ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന വേരിയബിളിന്റെ പേര് കൊടുത്താൽ മതി. ഓക്കെ, അപ്പൊ ഇവിടെ നമ്മൾ ഓരോ ഫംഗ്ഷനകത്തും ഗ്ലോബൽ വേരിയബിൾസിനെ യൂസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ വെറുതെ അത് ഡിക്ലെയർ ചെയ്ത് വെക്കേണ്ട ആവശ്യമില്ല. പകരം ഗ്ലോബൽസ് ഓഫ് ആ വേരിയബിൾസിന്റെ പേര് വെച്ചിട്ട് നമുക്കതിനെ ആക്സസ് ചെയ്യാൻ പറ്റും. ദെൻ സ്റ്റാറ്റിക് വേരിയബിൾസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു ലോക്കൽ വേരിയബിൾ ആയിട്ട് നമ്മൾ ഒരു ഫംഗ്ഷനകത്ത് ലോക്കൽ വേരിയബിൾ ഡിക്ലെയർ ചെയ്യുന്ന സമയത്ത് സ്റ്റാറ്റിക് കീവേഡ് വെച്ചിട്ട് നമ്മൾ ഡിക്ലെയർ ചെയ്യുവാണെങ്കിൽ അത് സ്റ്റാറ്റിക് വേരിയബിൾ ആയിരിക്കും. ഇനി എപ്പോഴൊക്കെ നമ്മൾ ഓരോ ഫംഗ്ഷനെ ഈ സെയിം ഫംഗ്ഷനെ നമ്മൾ പിന്നീട് കോൾ ചെയ്യുമ്പോൾ ഈ സ്റ്റാറ്റിക് വേരിയബിളിന്റെ ലാസ്റ്റ് വാല്യൂ
അതായത് ലാസ്റ്റ് ടൈം ഈ ഫംഗ്ഷൻ കോൾ ചെയ്തപ്പോൾ ഉള്ള വാല്യൂ അത് റിട്ടേൺ ചെയ്തിരിക്കും. അങ്ങനെ വരാൻ വേണ്ടിയിട്ടാണ് നമ്മൾ സ്റ്റാറ്റിക് വേരിയബിൾ, അതായത് വൺസ് ഒരു ABC എന്ന് പറഞ്ഞ ഫംഗ്ഷനെ ഞാൻ കോൾ ചെയ്തു, അതിനകത്ത് $A എന്ന് പറഞ്ഞൊരു വേരിയബിൾ ഉണ്ടായിരുന്നു. അതിന്റെ വാല്യൂ ഞാൻ ഓരോ ഫംഗ്ഷൻ കോൾ ചെയ്യുന്ന സമയത്ത് ഇൻക്രിമെന്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണെന്ന് വിചാരിക്കുക. അപ്പോൾ 3 ടൈംസ് അതിനെ കോൾ ചെയ്യുമ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ വാല്യൂ എന്താകും? 3 ആകും. അപ്പോൾ ആ വേരിയബിൾ നോർമലി A എന്ന് പറഞ്ഞ വേരിയബിൾ ഞാൻ നോർമൽ വേരിയബിൾ ആയിട്ടാണ് ഡിക്ലെയർ ചെയ്യുന്നതെങ്കിൽ ഓരോ പ്രാവശ്യവും കോൾ ചെയ്യുമ്പോഴത്തേക്കും ആ വാല്യൂ ലാസ്റ്റ് ടൈം ഉള്ള വാല്യൂ ആയിരിക്കില്ല അത് യൂസ് ചെയ്യുന്നത്. പക്ഷെ സ്റ്റാറ്റിക് ആയിട്ട് അങ്ങനെ ഒരു വേരിയബിൾ നമ്മൾ ഡിക്ലെയർ ചെയ്ത് കഴിഞ്ഞാൽ ലാസ്റ്റ് ടൈം അതിനകത്തുണ്ടായിരുന്ന വാല്യൂ അത് റീറ്റെയിൻ ചെയ്തിരിക്കും. നോർമലി ആണെന്നുണ്ടെങ്കിൽ വെൻ എ ഫംഗ്ഷൻ ഈസ് കംപ്ലീറ്റഡ് ഓൾ ഓഫ് ഇറ്റ്സ് വേരിയബിൾസ് ആർ നോർമലി ഡിലീറ്റഡ്. അതിനകത്തുള്ള വാല്യൂസ് എല്ലാം തന്നെ ഡിലീറ്റ് ആയിരിക്കും. പക്ഷേ നമ്മൾ ലോക്കൽ വേരിയബിൾസ് യൂസിങ് സ്റ്റാറ്റിക് കീവേഡ് വെച്ചിട്ടാണ് ചെയ്യുന്നതെങ്കിൽ അതിൻ്റെ വാല്യൂ ഓരോ തവണയും നമ്മൾ ആ ഫംഗ്ഷനെ കോൾ ചെയ്യുമ്പോൾ അതിൻ്റെ ലാസ്റ്റ് ടൈം കോൾ ചെയ്തിട്ടുള്ള വാല്യൂ റീറ്റെയിൻ ചെയ്തിരിക്കും. ഓക്കെ, അതിന് നമ്മൾ കൊടുക്കുന്നത് എങ്ങനെയാണ്? സ്റ്റാറ്റിക് ദെൻ വേരിയബിളിൻ്റെ പേര്, സ്റ്റാറ്റിക് വേരിയബിളിൻ്റെ പേര്. ഓക്കെ, അപ്പം എപ്പോഴും ലാസ്റ്റ് ടൈം കോൾ ചെയ്ത വാല്യൂ എന്താണോ അത് തന്നെ അതിൽ ഹോൾഡ് ചെയ്തിരിക്കും. ദെൻ അടുത്തത് ഫംഗ്ഷൻ പാരാമീറ്റേഴ്സ്. ഫംഗ്ഷൻ പാരാമീറ്റേഴ്സ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഫംഗ്ഷനകത്ത് നമ്മൾ പാസ് ചെയ്യുന്ന വേരിയബിൾസിനെയാണ് നമ്മൾ ഫംഗ്ഷൻ പാരാമീറ്റർ എന്ന് പറയുന്നത്. എ പാരാമീറ്റർ ഈസ് എ ലോക്കൽ വേരിയബിൾ ഹൂസ് വാല്യൂ ഇസ് പാസ്ഡ് ടു ദ ഫംഗ്ഷൻ ബൈ ദ കോളിംഗ് കോഡ്. കോൾ ചെയ്യുന്ന സമയത്ത് ഫംഗ്ഷനകത്ത് നമ്മൾ പാസ് ചെയ്യുന്ന വാല്യൂനെയാണ് നമ്മൾ ഫംഗ്ഷൻ പാരാമീറ്റർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ നോക്കിയ മൈ ടെസ്റ്റ് എന്ന് പറഞ്ഞ ഫംഗ്ഷനകത്ത് പാരാമീറ്റേഴ്സിനെ നമ്മൾ ആർഗ്യുമെന്റ്സ് എന്നും പറയാറുണ്ട്. അപ്പോൾ ഈ പാസ് ചെയ്യുന്ന വാല്യൂസിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ഫംഗ്ഷൻ പാരാമീറ്റേഴ്സ് എന്ന് പറയുന്നത്. അടുത്തത് PHP ഓപ്പറേറ്റേഴ്സ്. ഓക്കെ, ഇപ്പോൾ PHP ഓപ്പറേറ്റേഴ്സ് നമ്മൾ ബാക്കി ലാംഗ്വേജസിനൊക്കെ പഠിച്ചതുപോലെ തന്നെ അരിത്തമെറ്റിക് ഓപ്പറേറ്റേഴ്സ് ഉണ്ട്, സ്ട്രിംഗ് ഓപ്പറേറ്റേഴ്സ് ഉണ്ട്, അസൈൻമെന്റ് ഓപ്പറേറ്റേഴ്സ് ഉണ്ട്, ബിറ്റ് വൈസ് ഓപ്പറേറ്റേഴ്സ് ഉണ്ട്, ലോജിക്കൽ ഓപ്പറേറ്റേഴ്സ് ഉണ്ട്. ഓക്കെ, അരിത്തമെറ്റിക്, സ്ട്രിംഗ്, അസൈൻമെന്റ്, ബിറ്റ് വൈസ് ആൻഡ് ലോജിക്കൽ ഓപ്പറേറ്റേഴ്സ്. സോ അതിൽ ഫസ്റ്റ് വൺ അരിത്തമെറ്റിക് ഓപ്പറേറ്റേഴ്സ്. അപ്പോൾ ഓക്കെ, നമുക്ക് അറിയാവുന്ന കാര്യങ്ങളാണ്. പ്ലസ് എന്ന് പറയുന്നത് പ്ലസ് അഡിഷന് വേണ്ടിയിട്ട്, മൈനസ് സബ്ട്രാക്ട് ചെയ്യാൻ, സ്റ്റാർ മൾട്ടിപ്ലിക്കേഷൻ, ഡിവിഷൻ, ഡിവൈഡ് ദ സെക്കൻഡ് ബൈ ഫസ്റ്റ്, അതുപോലെ മോഡുലസ് ഓപ്പറേറ്റർ, റിമൈൻഡർ ആഫ്റ്റർ ഡിവിഷൻ, ഇൻക്രിമെന്റ്, വൺ വാല്യൂ വെച്ച് ഇൻക്രിമെന്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ അതുപോലെ ഡിക്രിമെന്റ് ഓപ്പറേറ്റർ. അപ്പോൾ ഇത്രയുമാണ് നമ്മൾ സാധാരണ എല്ലാ ലാംഗ്വേജിലും യൂസ് ചെയ്യുന്ന അരിത്തമെറ്റിക് ഓപ്പറേറ്റേഴ്സ് തന്നെയാണ് PHPയിലും ഉള്ളത്. അതുപോലെ സ്ട്രിംഗ് ഓപ്പറേറ്റേഴ്സ് എന്ന് പറയുന്നത് 2 എണ്ണം ഉണ്ട്. കോൺകാറ്റിനേഷൻ ഓപ്പറേറ്ററും ഉണ്ട്, കോൺകാറ്റിനേഷൻ അസൈൻമെന്റ് ഓപ്പറേറ്ററും ഉണ്ട്. കോൺകാറ്റിനേഷൻ ഓപ്പറേറ്ററായിട്ട് ഡോട്ടാണ് യൂസ് ചെയ്യുന്നത്. സോ ഫസ്റ്റ് സ്ട്രിംഗ് ഡോട്ട് സെക്കൻഡ് സ്ട്രിംഗ് കൊടുത്തു കഴിഞ്ഞാൽ ആ 2 സ്ട്രിങ്ങിനെയും തമ്മിൽ കോൺകാറ്റിനേറ്റ് ചെയ്യും. അതുപോലെ കോൺകാറ്റിനേഷൻ അസൈൻമെന്റ് ഡോട്ട് ഈക്വൽ ടു, അതായത് ലെഫ്റ്റ് സ്ട്രിംഗ് ഡോട്ട് ഈക്വൽ ടു റൈറ്റ് സ്ട്രിംഗ് എന്ന് പറയുമ്പോഴത്തേക്ക് ഫസ്റ്റ് സ്ട്രിങ്ങിനെയും റൈറ്റ് സ്ട്രിങ്ങിനെയും, ലെഫ്റ്റിൽ കാണുന്ന സ്ട്രിങ്ങിനെയും റൈറ്റിലുള്ള സ്ട്രിങ്ങിനെയും കോൺകാറ്റിനേറ്റ് ചെയ്തിട്ടുള്ള ആ വാല്യൂ ഫസ്റ്റ് സ്ട്രിങ്ങിനകത്തോട്ട് സ്റ്റോർ ചെയ്യും, അസൈൻ ചെയ്ത് വെക്കും. ഇതാണ് സ്ട്രിംഗ് ഓപ്പറേറ്റേഴ്സ്. അടുത്തത് അസൈൻമെന്റ് ഓപ്പറേറ്റേഴ്സ്. അസൈൻമെന്റ് ഓപ്പറേറ്റർ എന്ന് പറഞ്ഞൊരു വാല്യൂ നമ്മളൊരു വേരിയബിളിനകത്തോട്ട് അസൈൻ ചെയ്യുന്നതിനാണ് അസൈൻമെന്റ് ഓപ്പറേറ്റർ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇതിനകത്ത് 6 തരത്തിലുള്ള അസൈൻമെന്റ് ഓപ്പറേറ്റർ ആണ് ഉള്ളത്. ഈക്വൽ ടു, നോർമലി ഒരു ലെഫ്റ്റ് സൈഡിലുള്ള വേരിയബിളിന് റൈറ്റ് സൈഡിലുള്ള വാല്യൂ നമ്മൾ അസൈൻ ചെയ്യുന്നതിന് ഈക്വൽ ടു കൊടുക്കുന്നു. പ്ലസ് ഈക്വൽ ടു എന്ന് പറയുന്നത് റൈറ്റ് ഓപ്പറാൻഡിന്റെ വാല്യൂ ലെഫ്റ്റ് ഓപ്പറാൻഡിന്റെ വാല്യൂ ആയിട്ട് ആഡ് ചെയ്ത് അത് ലെഫ്റ്റിലോട്ട് സ്റ്റോർ ചെയ്യുന്നു. പ്ലസ് ഈക്വൽ ടു, അതുപോലെ മൈനസ് ഈക്വൽ ടു, സ്റ്റാർ ഈക്വൽ ടു, ഡിവൈഡഡ് ബൈ ഈക്വൽ ടു, മോഡുലസ് ഈക്വൽ ടു. അപ്പോൾ ഇത്രയുമാണ് അസൈൻമെന്റ് ഓപ്പറേറ്റേഴ്സ്. ദെൻ കമ്പാരിസൺ ഓപ്പറേറ്റേഴ്സ്. കമ്പാരിസൺ ഓപ്പറേറ്റേഴ്സ് എന്ന് പറയുമ്പോൾ 2 വാല്യൂസ് തമ്മിൽ കമ്പയർ ചെയ്യാൻ വേണ്ടി, സെയിം ആണോ, ഗ്രേറ്റർ ആണോ, ലെസ് ആണോ, നോട്ട് ഈക്വൽ ആണോ എന്നുള്ളതൊക്കെ ചെക്ക് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഓപ്പറേറ്റേഴ്സ് ആണ് കമ്പാരിസൺ ഓപ്പറേറ്റേഴ്സ്. അത് നമുക്ക് ഈക്വൽ ടു, വെദർ ദ വാല്യൂ ഓഫ് 2 ഓപ്പറാൻഡ്സ് ആർ ഈക്വൽസ്. Not equal to, checks whether the value of 2 operands are not equal. Greater than, check whether left operand is greater than right. Less than, check whether the left operand is smaller than right. Greater than equal to, less than equal to. Checks whether the left operand is greater than or equals right. അതുപോലെ തന്നെ checks whether left operand is smaller than or equals right. So ഇതാണ് നമ്മൾ സാധാരണ കമ്പാരിസൺ ഓപ്പറേറ്റേഴ്സ്. അടുത്തത് ബിറ്റ് വൈസ് ഓപ്പറേറ്റേഴ്സ്. ബിറ്റ് വൈസ് ഓപ്പറേറ്റേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓപ്പറാൻസിന്റെ വാല്യൂസ് ബിറ്റ് വൈസ് ആയിട്ട് ഗെറ്റ് ചെയ്തിട്ട് അതിന് ഓപ്പറേഷൻ നടത്തുന്നതാണ് ബിറ്റ് വൈസ് ഓപ്പറേറ്റേഴ്സ്. ഓക്കെ, അതിനുവേണ്ടി യൂസ് ചെയ്യുന്ന ഓപ്പറേറ്റേഴ്സ് ഇതൊക്കെയാണ്. ബിറ്റ് വൈസ് ആൻഡിന് വേണ്ടിയിട്ട് ആൻഡ്, അതുപോലെ ബിറ്റ് വൈസ് ഓർ, ബിറ്റ് വൈസ് എക്സ് ഓർ, അതുപോലെ ബിറ്റ് വൈസ് നോട്ട്, ലെഫ്റ്റ് ഷിഫ്റ്റ്, റൈറ്റ് ഷിഫ്റ്റ്. സോ ബിറ്റ് വൈസ് ആൻഡ് എന്ന് പറയുമ്പോഴത്തേക്ക് 2 ഓപ്പറാൻസിന്റെ ആൻഡ് ഓപ്പറേഷൻസ് പെർഫോം ചെയ്യും. ആ ഓപ്പറാൻസിന്റെ വാല്യൂസ് ബിറ്റ് വൈസ് ഗെറ്റ് ചെയ്തതിന് ശേഷം അതിന്റെ ബിറ്റ് വൈസ് ആൻഡ് നടത്തും. അതുപോലെ ബിറ്റ് വൈസ് ഓർ എന്ന് പറയുമ്പോഴത്തേക്ക് ഓർ ഓപ്പറേഷൻ ഓഫ് 2 ഓപ്പറാൻസ് ബിറ്റ് വൈസ്, അതുപോലെ എക്സ് ഓർ, നോട്ട്, ലെഫ്റ്റ് ഷിഫ്റ്റ്. ഈ ലെഫ്റ്റ് ഷിഫ്റ്റിന്റെ കൂടെ നമ്മൾ ഒരു വാല്യൂ കൂടെ കൊടുക്കണം. എത്ര ബിറ്റ്സ് ആണ് ലെഫ്റ്റിലോട്ട് ആക്കേണ്ടത്, അതുപോലെ എത്ര ബിറ്റ്സ് ആണ് റൈറ്റിലോട്ട് ആക്കേണ്ടത് എന്നുള്ളത് നമ്മൾ കൊടുക്കണം. അതാണ് ബിറ്റ് വൈസ് ഓപ്പറേറ്റേഴ്സ്.
നെക്സ്റ്റ് വൺ ലോജിക്കൽ ഓപ്പറേറ്റേഴ്സ്. ലോജിക്കൽ ഓപ്പറേറ്റേഴ്സ് എന്ന് പറയുമ്പോഴത്തേക്ക് മൾട്ടിപ്പിൾ എക്സ്പ്രഷൻസ് നമുക്ക് കമ്പൈൻ ചെയ്തിട്ടുള്ള ഒരു ഫൈനൽ വാല്യൂ ഗെറ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ നമ്മൾ ലോജിക്കൽ ഓപ്പറേറ്റേഴ്സ് കൊടുക്കാറുണ്ട്. ലോജിക്കൽ ആൻഡ്. അപ്പോൾ ലോജിക്കൽ ആൻഡ് എന്ന് പറയുമ്പോൾ എല്ലാ കണ്ടീഷൻസും ട്രൂ ആണെങ്കിൽ നമ്മുടെ ഹോൾ എക്സ്പ്രഷന്റെ വാല്യൂ ട്രൂ ആയിട്ട് റിട്ടേൺ ചെയ്യും. ലോജിക്കൽ ആൻഡ് അതിന് കൊടുക്കുന്ന സിമ്പൽ ഇതാണ്, 2 ആംപർസാൻഡ് സിമ്പൽ ആണ്. പക്ഷേ അതിൻ്റെ ഒന്നുകിൽ 2 ആംപർസാൻഡ് സിമ്പൽ കൊടുക്കുക, അല്ലെങ്കിൽ ജസ്റ്റ് സിമ്പിളി ആൻഡ് എന്ന് ടൈപ്പ് ചെയ്താലും മതി. ഓക്കെ, അപ്പോൾ ഒന്നുകിൽ ആംപർസാൻഡ് സിമ്പൽ കൊടുക്കുക, അല്ലെങ്കിൽ ആൻഡ് എന്ന് കൊടുക്കുക. അപ്പോൾ എല്ലാ കണ്ടീഷൻസും ട്രൂ ആണെങ്കിൽ ഇതിൻ്റെ എക്സ്പ്രഷൻ്റെ വാല്യൂ ട്രൂ ആയിരിക്കും. അതുപോലെ ലോജിക്കൽ ഓർ. ഇഫ് എനി കണ്ടീഷൻ ഈസ് ട്രൂ, ഏതെങ്കിലും ഒരു കണ്ടീഷൻ ട്രൂ ആണെങ്കിൽ നമ്മുടെ റിസൾട്ട് ട്രൂ ആയി മാറും. അതിന് 2 വെർട്ടിക്കൽ ലൈൻ അല്ലെങ്കിൽ പൈപ്പ് സിമ്പൽ യൂസ് ചെയ്യുക. അതുപോലെ തന്നെ ലോജിക്കൽ നോട്ട്. ലോജിക്കൽ നോട്ട് എന്ന് പറയുന്നത് ഓൾറെഡി ഉള്ളതിന്റെ വാല്യൂ ട്രൂ ആണെങ്കിൽ ഫോൾസ് ആക്കും, ഫോൾസ് ആണെങ്കിൽ ട്രൂ ആക്കും. അതാണ് ലോജിക്കൽ നോട്ട്. പിന്നെ ഇവിടെ ഉള്ളത് ആൻഡും ഓറും. അപ്പോൾ ഈ ആൻഡും ഓറും എന്ന് പറയുന്നത് അടുത്ത ലോജിക്കൽ ഓപ്പറേറ്റർ ആണ്. അപ്പോൾ നമ്മൾ ഏതിന് പകരമാണ്, ഈ ആംപർസാൻഡ് സിമ്പലിന് പകരം നമുക്ക് ഒന്നുകിൽ ടൈപ്പ് ചെയ്ത് ആൻഡ് യൂസ് ചെയ്യാം, അതുപോലെ തന്നെ ഈ പൈപ്പ് സിമ്പലിന് പകരം നമുക്ക് ഓറിന് ടൈപ്പ് ചെയ്ത് യൂസ് ചെയ്യാം ലോജിക്കൽ ഓപ്പറേറ്റർ ആയിട്ട്. അപ്പോൾ ഇത്രയുമാണ് നമ്മുടെ PHP അകത്തുള്ള ഓപ്പറേറ്റേഴ്സ്. നെക്സ്റ്റ് നമ്മൾ ഇതിനകത്ത് യൂസ് ചെയ്യാൻ പോകുന്നത് എന്താണ്, ഇതിൻ്റെ ഫങ്ഷൻസും കാര്യങ്ങളും അറിയുമൊക്കെ എന്താണെന്നുള്ളതാണ്. ഓക്കെ, അത് നമുക്ക് നെക്സ്റ്റ് ഡേ നോക്കാം.